പാലക്കാട് ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി വീണ്ടും നേടി വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത്. 2022-23 വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുരസ്കാരം. ഇത് 5ാം തവണയാണ് പഞ്ചായത്തിന് സ്വരാജ് ട്രോഫി ലഭിക്കുന്നത്. വിവിധ മേഖലകളിൽ പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങളാണ് വെള്ളിനഴി പഞ്ചായത്തിന് വീണ്ടും സ്വരാജ് ട്രോഫി നേടിക്കൊടുത്തിരിക്കുന്നത്. 5ാം തവണയാണ് വെള്ളിനഴി പഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടുന്നത്. സമ്പൂർണ്ണ കുടിവെള്ളം, മാലിന്യമുക്ത ഗ്രാമം, തരിശുരഹിത പഞ്ചായത്ത്, ജൈവഗ്രാമം, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, എല്ലാ വീട്ടുപടിക്കലേക്കും റോഡ്, ആശുപത്രികളുടെ നവീകരണം, വിദ്യാലയങ്ങളുടെ നവീകരണം എന്നിങ്ങനെ നിരവധി ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കാൻ പഞ്ചായത്തിന് സാധിച്ചു. 2022-2023 വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് 100% നികുതി പിരിവും 100% പദ്ധതി നിർവഹണവും നടത്തിയിട്ടുണ്ട്. പഞ്ചായത്തിലെ നെൽകൃഷിയുടെ വിസ്തൃതി വർദ്ധിച്ചു. നെല്ലുൽപാദനം കൂടി. പഞ്ചായത്ത് തരിശുരഹിത പഞ്ചായത്താക്കി. ഉൽപാദന മേഖലയിൽ മികച്ച രീതിയിൽ ഇടപെട്ട് പ്രവർത്തിച്ചു. ആരോഗ്യരംഗത്ത് അടയ്ക്കാപുത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം, വെള്ളിനഴി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയെ ISO നിലവാരത്തിലേക്ക് ഉയർത്തി. പഞ്ചായത്തിലെ 2 GLP സ്കൂളുകളും സ്മാർട്ട് വിദ്യാലയങ്ങളാക്കി. വലിയ തോതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് നൂതന പ്രൊജക്റ്റുകൾ നടപ്പിലാക്കി. മികച്ച ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. തോടുകളുടെ നവീകരണം, കിണർ റീചാർജിംഗ്. സംസ്ഥാനത്തെ മികച്ച ജൈവവൈവിധ്യ മാനേജ് കമ്മിറ്റി പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകളിലൊന്നായി വെള്ളിനഴിയെ തിരഞ്ഞെടുത്തു. നക്ഷത്രവനവും ജൈവ വൈവിധ്യ ഉദ്യാനവും ഔഷധ സസ്യത്തോട്ടവും മിയാക്കി വനവും നിർമ്മിച്ചു. വെള്ളിനഴിയെ പൈതൃക ഗ്രാമമാക്കി ഉയർത്തി. റൂറൽ ആർട്ട് ഹബിൻ്റെ ഭാഗമായി കഥകളി കോപ്പ് പരിശീലന കേന്ദ്രം വെള്ളിനഴിയിൽ ആരംഭിച്ചു. വൈവിധ്യമായ വികസന പ്രവർത്തനങ്ങൾ ജനപങ്കാളിത്തത്തോടെ അഴിമതിരഹിതമായി നടത്തിയതിൻ്റെ അംഗീകാരമാണ് സ്വരാജ് ട്രോഫിയിലൂടെ നേടിയിരിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.